സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ കുറിച്ചാണ് നമ്മൾ അറിയുക. ഈ ഒരു നല്ല അറിവാണ് നിങ്ങളും നിങ്ങളുടെ മറ്റുള്ളവർക്കുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. സാധാരണഗതിയിൽ കുഞ്ഞുനാൾ മുതൽ കണ്ണിന് കാഴ്ചക്കുറവ് വരുന്നുണ്ട്. കാഴ്ചക്കുറവ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 2-3 കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. ഒന്ന്, ഒരു ഉരുളൻകിഴങ്ങ്, അതിൻ്റെ ഉരുളൻകിഴങ്ങിൻ്റെ അപ്പുറവും ഇപ്പുറവും അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കട്ട് ചെയ്യുക. ഒരു വശം ഉരുണ്ടിരിക്കും, ഈ കട്ട് ചെയ്യുന്നതും പരന്നിരിക്കും. അങ്ങനെ 2 പീസ് കട്ട് ചെയ്ത് അത് രണ്ടും ഫ്രീസറിൽ വെക്കുക 1 മണിക്കൂർ. അതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് ഒരു ചെറിയ ക്ലോത്ത് കൊണ്ട് നൈസായിട്ടൊന്ന് കെട്ടുക. അപ്പോൾ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ചുരുക്കം വന്നതിനെയൊക്കെ ഉണർത്താനായിട്ട് അതിന് കഴിയും. ഈ കൂളിങ് ചെല്ലുമ്പോൾ ഉണരും. രണ്ടാമത്, മുല്ലപ്പൂവ് ഓർക്കണം, ഷോപ്പിൽ നിന്ന് വാങ്ങിയ മുല്ലപ്പൂ ആവരുത്. നമ്മുടെ മുറ്റത്തൊക്കെ കിട്ടുന്ന മുല്ലപ്പൂ എടുക്കാവുള്ളൂ. 2 മുല്ലപ്പൂ വെച്ച് രാത്രി കിടക്കാൻ നേരത്ത് കെട്ടിവെച്ച് കിടക്കുക. ഈ ഉരുളൻകിഴങ്ങ് മാത്രം ഒരു 1/4 മണിക്കൂർ കെട്ടിവെച്ച് ഒഴിവാക്കണം. ഇത് മുല്ലപ്പൂ വെച്ച് കെട്ടുമ്പോൾ ചെറിയൊരു തുണി കൊണ്ട് വിട്ടുപോകാതിരിക്കാൻ കെട്ടിയാൽ മതി. അത് നമുക്ക് രാത്രി കിടക്കുന്ന ഉറങ്ങാൻ സമയത്തിട്ട് രാവിലെ വരേക്ക് അത് നിൽക്കട്ടെ, നല്ലതാണ്. കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം താമരയാണ്. അതിൻ്റെ ഫോട്ടോ ഇടുന്നുണ്ട്. എൻ്റെ പുറകിൽ പൂത്തു നിൽക്കുന്ന താമരയാണ്. അതിൻ്റെ വിത്ത് നിങ്ങൾക്ക് കാണാമായിരിക്കും. അതുകൂടാതെ അതിൻ്റെ ഫോട്ടോയും ഞങ്ങളൊന്ന് ഇടുന്നുണ്ട്. അപ്പോൾ താമരപ്പൂവിൻ്റെ ദളം വിടർന്ന് അത് തളർന്ന് കൊഴിഞ്ഞു പോകും. ചക്കയിലുമൊക്കെ ഉണ്ട്, പക്ഷെ ചക്കയുടെ ചുള നമ്മൾ തിന്നുന്നുണ്ട്. ഇവർ ഒന്നും തരുന്നില്ല, മക്കളെ തന്ന് മടങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ശരി ഉത്തരം താമര എന്ന് പറയാൻ കാരണം. അടുത്ത ദിവസത്തേക്കുള്ള ചോദ്യം, കണ്ണിന് കാഴ്ചയേകുന്ന ഒരു നല്ല ചെടിയുണ്ട്, അതേതായിരിക്കും അത്? ഉത്തരം കണ്ടെത്തുക. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 2ാമത്തെ ബാച്ച് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ അവയവങ്ങളെക്കുറിച്ചും വരാവുന്ന രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ഒക്കെ ചേർന്ന് വീട്ടറിവുകൾ മാത്രം നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരുന്നു. ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാവുന്നതുമാണ്. നന്ദി, നമസ്കാരം.